ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ലിയൂർ എന്ന പേരുള്ള ഒരു അടിപൊളി സൈക്കോ പെണ്ണിന്റെ ഒരു സൈക്കോ മൂവിയാണ്. നമ്മുടെ കഥാനായികയാണ് സൈക്കോ. അവൾ കാണാൻ വളരെ സുന്ദരിയാണ്. അവൾ ഒരുപാട് പേരുമായിട്ട് ഡേറ്റിംഗ് ചെയ്യുന്നു. അതിൽ നിന്ന് അവൾക്ക് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ആവശ്യമാണ് തന്റെ പാർട്ട്ണറായിട്ട്. പരമ്പരകളായിട്ട് അവരുടെ ഫാമിലി അങ്ങനെയാണ് സ്വയംവരം നടത്തി തന്റെ പാർട്ട്നേഴ്സിനെ കണ്ടെത്തുന്നത്. അതനുസരിച്ച് നമ്മുടെ ഹീറോയിനും അവൾ കുറച്ച് ബോയ്സുമായിട്ട് ഡേറ്റ് ചെയ്ത് അവരിൽ നിന്ന് ദ ബെസ്റ്റ് ആയിട്ടുള്ള ആളെ കണ്ടെത്താനായിട്ട് അവർക്ക് കുറെ അധികം വിയേർഡ് ആയിട്ടുള്ള ടാസ്ക് കൊടുക്കുകയാണ്. സോ അതിൽ കുറച്ചു പേർ മരണപ്പെടും, കുറച്ചു പേർ ജീവനോടുകൂടെ ബാക്കിയുണ്ടാവും. സോ ഇങ്ങനെയൊരു ഡിഫറെന്റ് ആയിട്ടുള്ള കഥ പറയുന്ന ഒരു അടിപൊളി മൂവിയാണ് ദ ലിയൂർ. അപ്പൊ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് മൂവിയിലേക്ക് പോവാം. മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ ഇപ്പോൾ ഒരു പയ്യനാണെങ്കിൽ എന്തോ ഒന്ന് കണ്ട് ഭയന്ന് അങ്ങനെ ഉഷാറായിട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവനാണെങ്കിൽ നിലവിളിച്ചോടിപ്പോയി ഇപ്പോൾ കാലങ്ങനെ തട്ടി നിലത്തേക്ക് അടിച്ചു വീഴും. അവനെ കൊണ്ടാണെങ്കിൽ എഴുന്നേക്കാൻ പറ്റുന്നില്ല. അവന്റെ കാലില് നല്ല രീതിയിൽ പരുക്ക് പറ്റിയിരിക്കുകയാണ്. ഉടനെ ഒരു വയസ്സായ ഗ്രാൻഡ്മ അവന്റെ അടുത്തേക്ക് വരും. ഇന്നു മുതൽ നീ എൻ്റെ ഹസ്ബൻഡാണെന്ന് പറഞ്ഞ് ആ ഗ്രാൻഡ്മയാണെങ്കിൽ അവനെ ഒരു വീൽ ചെയറിലിരുത്തി അവിടെ നിന്ന് തള്ളിക്കൊണ്ട് പോവാണ്. കട്ട് ചെയ്ത ഇപ്പോൾ ഒരു അപ്പാപ്പനെ ആയിരിക്കും കാണിക്കുക. ആളാണെങ്കിൽ കാര്യമായിട്ട് സിസ്റ്റത്തിൽ എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഒരാളാണെങ്കിൽ ആ അപ്പാപ്പൻ്റെ അടുത്തേക്ക് വരും. അപ്പാപ്പനാണെങ്കിൽ ആ ആളോട് പറയും, ഇന്ന് കിട്ടിയ ആളുടെ അടുത്തേക്ക് നമുക്ക് പോവാം. അവനാണ് ഇന്നത്തെ വിജയ് എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് വരും. ഡോറ് തുറക്കുമ്പോൾ മൂവിയുടെ ഓപ്പണിംഗ് സീനിൽ കണ്ട ആ ഒരു പയ്യൻ അവൻ്റെ ബോഡിയിൽ നിന്ന് എന്തോ ഒന്ന് ആ അപ്പാപ്പനാണെങ്കിൽ അങ്ങനെ ഇഞ്ചക്ഷൻ വഴി കുത്തിയെടുക്കുകയാണ്. നീ വളരെ ലക്കിയാണ്, ഇന്നത്തെ വെസൽ അത് നീയാണെന്ന് പറഞ്ഞ് അപ്പാപ്പൻ അവനെ നോക്കിച്ചിരിക്കും. കട്ട് ചെയ്ത ഇപ്പം നമ്മുടെ മൂവിയുടെ ഹീറോയിനെ ആയിരിക്കും കാണിക്കുക. ഹീറോയിനും അവളുടെ അമ്മയും അവർ രണ്ടുപേരും കാര്യമായിട്ട് എന്തോ ഒരു ഡിസ്കഷനിലാണ്. ഹീറോയിനാണെങ്കിൽ ടെൻസ്ഡായി അവളുടെ അമ്മയോട് പറയും, ഇന്നൊന്നും രണ്ടും അല്ല 6 പേര് വരുന്നുണ്ട്, എങ്ങനെ അതൊക്കെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിന് അവളുടെ അമ്മ പറയും, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, എപ്പോഴത്തേതും പോലെ നീ കൂളായിട്ട് നിന്നേച്ചാൽ മതി. ഈ തവണ എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ കഴിയുമെന്ന് അവളുടെ അമ്മയാണെങ്കിൽ അവളെ മോട്ടിവേറ്റ് ചെയ്യുകയാണ്. അവരെന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് വ്യക്തമായിട്ട് അപ്പം അവിടെ പറയില്ല. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോൾ ഒരു ഫോറിൻ കാർ അങ്ങനെ ചീറിപ്പാഞ്ഞ് വരികയാണ്. ആ ഫോറിൻ കാറിൻ്റെ ബാക്ക് സീറ്റിലിരിക്കുന്ന ആളാണ് നമ്മുടെ ഹീറോ. ആ കാർ ഓടിക്കുന്നത് അവൻ്റെ പപ്പയാണ്. അവൻ്റെ പപ്പ അവനെ തനിച്ച് എവിടെയും വിടില്ല. ഏത് സ്ഥലത്ത് പോയാലും അവൻ്റെ പപ്പ അവനോടൊപ്പം തന്നെ ഉണ്ടാവും. ഹീറോ ആണെങ്കിൽ പപ്പയോട് പറയും, പപ്പ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, എന്നെ എവിടെയും ഒറ്റയ്ക്ക് വിടാനായിട്ട് അനുവദിക്കില്ല, സെക്യൂരിറ്റിയുടെ ഭാഗമാണെന്ന് പറഞ്ഞ് ഞാൻ എവിടെ പോയാലും അവിടെ ഒക്കെ പപ്പയുണ്ടാവും. ഡേറ്റിങ്ങിന് പോയാൽ, പബ്ബിൽ പോയാൽ അവിടെ ഒക്കെ പപ്പ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്ന് പറയും. അതിനവൻ്റെ പപ്പയാണെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോൾ ഇത് ചെയ്തേ പറ്റൂന്ന് പറഞ്ഞ് ഒരു വീടിന് മുന്നിൽ അവനെ ഡ്രോപ്പ് ചെയ്യുകയാണ്. പപ്പയാണെങ്കിൽ അവനോട് പറയും, എത്ര ലേറ്റ് ആയാലും എന്നെ വിളിക്കണം, ഞാൻ തന്നെ നിന്നെ പിക്ക് ചെയ്യാനായിട്ട് വരും. അതിനവനും ഓക്കെ പറഞ്ഞ് ആ ഡോർ നോക്ക് ചെയ്യും. ഹീറോയിനാണെങ്കിൽ ഒത്തിരി സന്തോഷത്തിൽ അവനെ അകത്തേക്ക് ഇൻവൈറ്റ് ചെയ്യുകയാണ്. അവൻ ചുറ്റും നോക്കും, ആരുമില്ല. എന്തു പറ്റി, നിന്റെ ബർത്ത്ഡേ ആയിട്ട് നീ വേറെ ആരും ക്ഷണിച്ചില്ലേ, ഞാൻ മാത്രമാണോ ഇവിടേക്ക് വന്നത്? അതിനവളാണെങ്കിൽ ചിരിച്ചുകൊണ്ട് വളരെ കാഷ്വലായിട്ട് പറയും, നീ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എത്രയും വേഗം ബാക്കിയുള്ളവരും ഇവിടേക്ക് എത്തും. ഈ ബർത്ത്ഡേ നമുക്ക് കളറാക്കാം. അതിനു മുൻപ് എൻ്റെ വീടൊക്കെ എനിക്ക് കാണണ്ടേ ചോദിച്ച് അവളാണെങ്കിൽ അവനെയും വിളിച്ചുകൊണ്ട് അടുത്തൊരു റൂമിലേക്ക് കടന്നു വരികയാണ്. ഒരു ഡോർ തുറക്കുമ്പോൾ തൊട്ടു മുൻപിൽ ഒരു വലിയ ടേബിളിലായിട്ട് ഒരുപാട് പേരുടെ കൈയൊക്കെ കെട്ടി വായിൽ തുണിയൊക്കെ തിരികെ ഇരുത്തിയിരിക്കുന്നത് അവൻ കാണും. അവനാണെങ്കിൽ ആ കാഴ്ച കണ്ട് ഷോക്കാവും. ആ ടേബിളിൽ അവരുടെ എല്ലാവരുടെയും പേഴ്സുണ്ട്. അവൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ പുറകിലൂടെ വന്ന ഒരു താടിക്കാരനാണെങ്കിൽ അവൻ്റെ തലയ്ക്കൊരു ഒറ്റയടി. അടുത്ത നിമിഷം അടുത്തൊരു ചെയറിൽ അവനെ കൈയൊക്കെ കെട്ടി വായിൽ തുണിയൊക്കെ തിരികെ അങ്ങനെ ഹീറോയിൻ ഇരുത്തുകയാണ്. അവളാണെങ്കിൽ എല്ലാവരെയും നോക്കും. ആദ്യമായിട്ട് ഒരു ജിം ട്രെയിനറിൻ്റെ അടുത്തേക്ക് അവൾ വരും. അവനൊരു ജിം ട്രെയിനറാണ്, അവന് ഒരുപാട് ക്ലയൻസ് ഒക്കെ ഉണ്ട്. രണ്ടാമതായിട്ട് ഇപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്തേക്കായിരിക്കും വരിക. അവനൊരു ഫേമസ് ഡോക്ടറാണ്, പുറത്തു നിന്ന് MD ഒക്കെ എടുത്താണ് അവൻ ഇവിടേക്ക് വന്നത്. അടുത്തതായിട്ട് ഒരു ബിസിനസ് മാൻ, ഒരുപാട് ബിസിനസ്സുകൾ തൻ്റെ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന ഒരു ബിസിനസ് മാൻ. പിന്നീട് നമ്മുടെ ഹീറോയും ഒരു നല്ല ബിസിനസ്മാൻ തന്നെയാണ്. അടുത്തതായിട്ട് ഒരു മ്യൂസീഷ്യനാണ്. അവൻ ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രം പ്ലെയറാണ്, അതുപോലെ തന്നെ നല്ലൊരു ഗായകനാണ്. അതിനുശേഷം ഫേമസ് ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് അവസാനമായിട്ടുള്ളത്. അവൾക്കാണെങ്കിൽ അവരുടെ പോസിറ്റിവിറ്റിയും അതുപോലെ തന്നെ നെഗറ്റീവ്സും എല്ലാം തന്നെ അറിയാം. ആ ഒരു ഡോക്ടറിന് ഇതിനു മുൻപ് വലിയൊരു അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. ഒരു ഇഞ്ചക്ഷൻ അത് തെറ്റായി കൊടുത്ത് ഒരു പേഷ്യൻ്റ് മരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെ അവരെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവളാണെങ്കിൽ അവരോട് തന്നെ പറയും. അതിനുശേഷം അവൾ അവരോട് പറയും, ഇത് ഒരു സ്വയംവരമാണ്, നിങ്ങളുടെ ദ ബെസ്റ്റ് ആയിട്ടുള്ള ഒരാളെ ആയിരിക്കും ഞാൻ വിവാഹം ചെയ്ത് ഒരു കുഞ്ഞിനെ സമ്മാനിക്കാനായിട്ട് പോകുന്നത്.
ഇതൊരു ഗെയിമാണ്, ഈ ഗെയിമിൽ നിങ്ങൾ നന്നായിട്ട് കളിക്കണമെന്ന് പറഞ്ഞ് ആ താടിക്കാരൻ ബുൾഗാനെ അവിടേക്ക് വിളിക്കും. ആൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ഈ ഗെയിമിൻ്റെ ഇൻസ്ട്രക്ഷൻ പറഞ്ഞു തരുമെന്ന് പറയും. ആ മൊട്ടത്തലയൻ ബുൾഗാനാണെങ്കിൽ എല്ലാവരോടും പറയും, ഞങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നോ അതാണ് ഇതിൻ്റെ റൂൾസ്. ഒരു കാരണവശാലും റൂൾസ് ബ്രേക്ക് ചെയ്യാനായിട്ട് പാടില്ല. ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ കോൺടാക്റ്റ് ചെയ്യാനോ കോൾ ചെയ്യാനോ പുറത്ത് കടക്കാനോ ശ്രമിക്കാൻ പാടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ഈ ഗെയിമിൽ നിന്ന് നിങ്ങൾ ഔട്ടാവും. കറക്റ്റ് നോക്കൗട്ട് ആയിരിക്കും നിങ്ങൾക്കുള്ള ശിക്ഷ എന്ന് പറയും. അത് കേട്ട ഫോട്ടോഗ്രാഫർ ആണെങ്കിൽ ബഹളം വെക്കും, ഇല്ല എന്നെ കൊണ്ടിത് പറ്റില്ല, ഞാനിപ്പോൾ തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായാലും നിങ്ങൾ രണ്ടുപേരെയും വെറുതെ വിടില്ല, ഞാൻ കൊന്നുകളയെന്ന് പറയും. അത് കേട്ട് ഹീറോയിനാണെങ്കിൽ ടെററായിട്ട് ചിരിക്കും. നീ ഗെയിം തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഗെയിമിൻ്റെ റൂള് അത് തെറ്റിച്ചിരിക്കുകയാണ്, ഞങ്ങൾ പറയുന്നതിനെതിരായിട്ട് സംസാരിക്കാനായിട്ട് പാടില്ല എന്ന് പറഞ്ഞ് അവനെ ആണെങ്കിൽ അവരുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവളങ്ങനെ ഷൂട്ട് ചെയ്ത് താഴേക്കിടുകയാണ്. ചോര തുളുമ്പി അവനങ്ങനെ ടേബിളിലേക്ക് അടിച്ചു വീഴും. അവളാണെങ്കിൽ എല്ലാവരോടും പറയും, ഇതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു ഗെയിമിൽ പരസ്പരം സഹായിക്കാനായിട്ട് പാടില്ല. സെൽഫിഷായിട്ട് മാത്രമേ നിങ്ങൾ ഈ ഗെയിം കളിക്കാൻ പാടുള്ളൂ. ഓരോരുത്തരായിട്ട് ഈ ഗെയിമിൻ്റെ ഓരോരോ ലെവൽ കഴിയുമ്പോൾ തോറ്റുപോയിക്കൊണ്ടേയിരിക്കും. അവസാനമായിട്ട് ഈ ഗെയിമിൽ ജയിക്കുന്ന ഒരേ ഒരാൾ മാത്രമായിരിക്കും ഇവിടെ അവശേഷിക്കുക. ആളെ ആയിരിക്കും ഞാൻ എൻ്റെ ഹസ്ബൻഡായിട്ട് അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ പപ്പയായിട്ട് തിരഞ്ഞെടുക്കാൻ പോകുന്നതെന്ന് പറയും. അത് കേട്ട് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നവർക്കെല്ലാം ഹാർട്ട് ബീറ്റ് അങ്ങനെ കൂടി വരികയാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്വയംവരം കല്യാണം, അതാണ് അവളിവിടെ അവരോട് പറയുന്നത്. അവളാണെങ്കിൽ ഇപ്പോൾ അവർക്ക് പേനയും പേപ്പറും കൊടുക്കും. ഇവിടെ വെച്ച് നമ്മുടെ ഈ ഗെയിം അത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ഞാൻ ചോദിക്കാൻ പോകുന്നത് 3 ചോദ്യങ്ങൾ മാത്രമാണ്. അതിനു മുൻപായിട്ട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഞാൻ പറയാതെ പരസ്പരം നിങ്ങൾ ആക്രമിക്കാൻ പാടില്ല, കൊല്ലാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പരസ്പരം ആക്രമിക്കണം, ഞാൻ പറയുന്നവരെ നിങ്ങൾ കൊല്ലണം. എൻ്റെ ആദ്യത്തെ 3 ചോദ്യങ്ങൾ അതിവയാണ്. നമ്മൾ ആദ്യം കണ്ടപ്പോൾ ഞാൻ ഏത് ഡ്രസ്സാണ് ധരിച്ചത്? രണ്ടാമത്തെ ചോദ്യം എൻ്റെ ഏജ് അതെത്രയാണ്? മൂന്നാമത്തേത് നിങ്ങൾ എന്ത് എക്സ്പെക്റ്റേഷനുമായിട്ടാണ് ഇവിടേക്ക് വന്നത്? ആ 3 ചോദ്യങ്ങളും കേട്ട് ആ ടേബിളിലുണ്ടായിരുന്നവർ ഇപ്പോൾ ആ 3നും അവരുടെ മുൻപിലുണ്ടായിരുന്ന ആ ഒരു പേപ്പറിൽ ആൻസേഴ്സ് എഴുതുകയാണ്. അവളാണെങ്കിൽ അവരുടെ ചുറ്റും അങ്ങനെ നടക്കും. കട്ട് ചെയ്ത അവരെഴുതിയ കാര്യങ്ങളെല്ലാം അവൾ വായിച്ചു നോക്കും. അതിൽ ആ ജിം ട്രെയിനർ അവനാണെങ്കിൽ അതിലെഴുതിയതിൽ ചില മിസ്റ്റേക്ക് ഉണ്ട്. അതുകൊണ്ട് അവളാണെങ്കിൽ ഇപ്പോൾ ജിം ട്രെയിനറോട് പറയും, അപ്പം നീ ജെനുവിനായിട്ടല്ല എന്നോടൊപ്പം ഉണ്ടായിരുന്നത്, സോ നീ ശരിക്കും ഒരു പണിഷ്മെൻറ്റിന് അർഹനാണെന്ന് പറയും. അത് കേട്ട് ദേഷ്യം വന്ന അവനാണെങ്കിൽ നിർത്താതെ അവളെ ചീത്ത വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അവളാണെങ്കിൽ അതെല്ലാം കേട്ട് ചിരിച്ചുകൊണ്ട് ഒരു കത്തിയെടുത്ത് അവൻ്റെ കാലിൽ ആഞ്ഞു കുത്തുകയാണ്. ചോര തുളുമ്പി അവൻ വേദനയാൽ നിലവിളിക്കുമ്പോൾ ആ ഡോക്ടറാണെങ്കിൽ ഇപ്പോൾ അവനോട് പറയും, ഒച്ച വയ്ക്കാനായിട്ട് പാടില്ല, കൂടുതൽ ശബ്ദം ഉണ്ടാക്കി പാനിക്കായിട്ടുണ്ടെങ്കിൽ ബ്ലഡ് ഫ്ലോ അത് കൂടും, നിനക്ക് വേദന അത് സഹിക്കാൻ കഴിയില്ല, ശ്വാസം അത് വലിച്ചു വിടാൻ പറഞ്ഞ് അവനാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ റെസ്പോൺസിബിലിറ്റി അത് കാണിക്കുകയാണ്. ഡോക്ടറാണെങ്കിൽ അവളോട് ദേഷ്യപ്പെടും, നീ എന്തിനാ അവനോട് ഇപ്രകാരം ചെയ്യണേ? അതിനവൾ പറയും, അവൻ ജെനുവിനല്ല, അവൻ ആത്മാർത്ഥമായിട്ടാണ് എന്നെ ഡേറ്റ് ചെയ്തത് എങ്കിൽ തീർച്ചയായിട്ടും അവനിതെല്ലാം ഓർത്തു വെച്ചേനെന്ന് പറയും. അതിനുശേഷം ആ ഒരു മൊട്ടത്തലയനോട് അവളാണെങ്കിൽ അവൻ്റെ കാല് ഡ്രസ്സ് ചെയ്യാനായിട്ട് പറയും. ആ മൊട്ടത്തലയനാണെങ്കിൽ അല്പം കെയറോടുകൂടെ വളരെ സ്നേഹത്തോടു കൂടെ അവൻ്റെ കാൽ ഡ്രസ്സ് ചെയ്യുന്നത് കാണുമ്പോൾ അവൾക്കാണെങ്കിൽ അത് അത്ര ഇഷ്ടപ്പെടില്ല. സോ ഉടനെ ഇപ്പോൾ ആ ബുൾഗാൻ മൊട്ടത്തലയനെ പുറത്തേക്ക് വിളിച്ചുകൊണ്ടുവരും. അവളുടെ അമ്മയാണെങ്കിൽ ദേഷ്യപ്പെടും, നിങ്ങൾ എന്തിനാണ് അവനോട് അത്രയധികം സ്നേഹവും കെയറിങ്ങും ഒക്കെ കാണിക്കുന്നത്? അതിനാ മൊട്ട പറയും, ഓൾറെഡി ഒരുത്തിനെ നമ്മൾ കൊന്നുകളഞ്ഞു, അവർക്ക് ഗെയിം കളിക്കാൻ ഒരല്പ സമയവും സാവകാശവും നമ്മൾ കൊടുക്കണ്ടേ ചോദിക്കും. അതിനവളുടെ അമ്മയാണെങ്കിൽ ദേഷ്യപ്പെടും, നിങ്ങൾക്കങ്ങനെ ഇതിൽ യാതൊരു റോളും ഇല്ല, ഇതെൻ്റെ മകളുടെ ദിവസമാണ്, എന്ത് ചെയ്യണം എന്ത് തീരുമാനം എടുക്കണം എന്നൊക്കെ തന്നെ തീരുമാനിക്കുന്നത് അവളാണ്. ഇതുപോലെ ഒരു വലിയ ഗെയിമിലൂടെ തന്നെയാണ് നിങ്ങളും എൻ്റെ ഹസ്ബൻഡായി തിരഞ്ഞെടുക്കപ്പെട്ടെന്നുള്ള കാര്യം നിങ്ങൾ മറക്കാൻ പാടില്ല. അതിനൊരു ചെറിയ ശിക്ഷ നിങ്ങൾക്ക് ഞാൻ തരാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഇലക്ട്രിക് ഷോക്ക് കൊടുക്കുകയാണ് അവളുടെ അമ്മ. സോ ഇതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ഗെയിം കളിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള ഈ മൊട്ടയെ തിരഞ്ഞെടുത്ത ആളാണ് ഹീറോയിൻ്റെ അമ്മ. അതുകൊണ്ടാണ് ആ മൊട്ട എൻ്റെ മകൾക്ക് വേണ്ടി ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെ ഞാൻ കണ്ടെത്തും എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അവളുടെ അമ്മയാണെങ്കിൽ ആ മൊട്ടത്തലയിന് കൂടുതൽ ഷോക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന അതേ സമയം ഇവിടെ നമ്മുടെ ചെറുപ്പക്കാരെ കാണിക്കും. അവരാണെങ്കിൽ കാര്യം ഡിസ്കസ് ചെയ്യാണ്, നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്ത് കിടക്കാനായിട്ട് കഴിയോ? ഹീറോ ആണെങ്കിൽ ആ കാലിൽ കത്തി കുത്തി ഇറക്കിയ ജിമ്മനോട് നിന്റെ ആ കത്തി അത് ഊരിയെടുക്കാൻ കഴിയുമെന്ന് ചോദിക്കും. അതിനാ ഡോക്ടർ പറയും, അയ്യോ വേണ്ട, ആ കത്തി അത് പറിച്ചെടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ഫ്ലോ അത് ഭയങ്കരമായിട്ട് കൂടും, അവൻ്റെ ജീവൻ പോലും അതിലൂടെ നഷ്ടപ്പെട്ടു പോയേക്കാം, മറ്റെന്തെങ്കിലും വഴി നമ്മൾ കണ്ടെത്തിയേ പറ്റൂ രക്ഷപ്പെടാമെന്ന് പറയും.
അവരാണെങ്കിൽ അത് കാര്യം ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പോൾ അതിലൊരു ബിസിനസ്മാൻ അവനാണെങ്കിൽ അവരോട് പറയും, നമുക്ക് എന്തുകൊണ്ട് ഈ ഗെയിമിന് അവളോട് സഹകരിച്ചുകൂടാ, നമുക്ക് ഹോണസ്റ്റ് ആയിട്ട് ഈ ഗെയിമിൽ കളിക്കാം, ഒരുപക്ഷെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് കഴിഞ്ഞേക്കുമെന്ന് പറയും. അത് കേട്ട് ഡോക്ടറാണെങ്കിൽ ദേഷ്യപ്പെടും, എനിക്ക് തോന്നുന്നില്ല അവൾ നമ്മളെ ചീറ്റ് ചെയ്യായിരുന്നു, മറ്റെന്തെങ്കിലും വഴി കണ്ടെത്തി ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂന്ന് പറയും. അപ്പോഴായിരിക്കും ഹീറോ അവിടെ ഒരു ക്യാമറ കാണുക. നമുക്ക് രക്ഷപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവർ കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. ആ സമയം അവളാണെങ്കിൽ വീണ്ടും അവിടേക്ക് കടന്നു വരും. ഐ എം സോറി, ഞാനൊരല്പം ലേറ്റായി പോയി, നിങ്ങളുടെ അടുത്ത റൗണ്ട് അത് സ്റ്റാർട്ട് ചെയ്യാൻ സമയമെന്ന് പറഞ്ഞ് കുറച്ച് കാർഡ്സ് അവളാണെങ്കിൽ എല്ലാവരെയും കാണിച്ചു കൊടുക്കും. 21 എന്ന നമ്പർ റീച്ച് ചെയ്യുന്നത് വരെ നിങ്ങൾ ഈ കാർഡ് അത് കളിക്കണം. 21 അതിൻ്റെ അടുത്തോ നമ്പേഴ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ കളിയിൽ ജയിക്കുമെന്ന് പറയും. ആദ്യമായിട്ട് അവൾ തിരഞ്ഞെടുക്കുന്നത് ആ ഒരു ബിസിനസ് മാനെ ആയിരിക്കും. അവൻ ആദ്യത്തെ കാർഡ് കൊടുക്കുമ്പോൾ അതിലെ നമ്പർ 4 ആയിരിക്കും. രണ്ടാമത്തെ കാർഡ് നിനക്ക് വേണമെന്ന് ചോദിക്കുമ്പോൾ അവൻ വേണം എന്ന് മറുപടി പറയും. അതിൽ കിട്ടുന്ന നമ്പർ 7. മൂന്നാമത്തെ കാർഡ് ആവശ്യമുണ്ടോ ചോദിക്കുമ്പോൾ അവൻ വേണമെന്ന് പറയും. അതിൽ കിട്ടുന്ന നമ്പർ 9 ആയിരിക്കും. ഇപ്പോൾ ഓൾമോസ്റ്റ് അവൻ 20 പോയിന്റ്സ് നേടിയിരിക്കുകയാണ്. ഈ കാർഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉറപ്പായാലും 21 മുകളിലായിരിക്കും. അത് റിസ്ക് ആണെന്ന് മനസ്സിലാക്കി അവനാണെങ്കിൽ ഇനി കാർഡ് വേണ്ട എന്ന് പറയും. അവളാണെങ്കിൽ ആ കാർഡ്സ് ഇപ്പോൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് കൊണ്ടുപോകും. കട്ട് ചെയ്ത ഇവിടെ ഹീറോയുടെ പപ്പയാണെങ്കിൽ ബാറിൽ അവൻ്റെ കോൾ എക്സ്പെക്ട് ചെയ്ത് അങ്ങനെ പ്രതീക്ഷയോട് കൂടെ ഇരിക്കുകയാണ്. അതേസമയം ഹീറോയിൻ ആണെങ്കിൽ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരുമായിട്ട് കളിച്ചു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ളത് ആ ഡോക്ടറും അതുപോലെ തന്നെ പരുക്ക് പറ്റിയ ജിമ്മനും മാത്രമാണ്. ഇപ്പോൾ കളിച്ചവരെല്ലാവരും 21 താഴെയാണ് സ്കോർ നേടിയിരിക്കുന്നത്. ജിം ട്രെയിനർ ആണെങ്കിൽ കളിക്കാനായിട്ട് തുടങ്ങും. അവന് കിട്ടുന്നത് 28 ആയിരിക്കും സ്കോർ. അതുകൊണ്ട് തന്നെ അവനിപ്പോൾ ആ കളിയിൽ തോറ്റുപോയിരിക്കുകയാണ്. അടുത്തതായിട്ട് ആ ഡോക്ടറാണ്. ഡോക്ടറാണെങ്കിൽ കാർഡ്സ് അതൊന്നായിട്ട് വാങ്ങും. ഉടനെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ബിസിനസ്മാൻ ആണെങ്കിൽ വിളിച്ചു പറയും, നീ ഒരുപാട് കാർഡ് വാങ്ങിക്കേണ്ട, അതാണ് നിനക്ക് നല്ലത്. ഓൾറെഡി സ്കോർ കൂടുതൽ വാങ്ങി ഒരാൾ ഔട്ടായി പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 21 സ്കോർ താഴെ വാങ്ങുന്നതാണ് നിനക്ക് നല്ലതെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവനെ ഹെൽപ്പ് ചെയ്യും. ജിം ട്രെയിനർ ആണെങ്കിൽ ഇപ്പോൾ അവനോട് പറയും, നീയും എന്നെ കഴിഞ്ഞും അതായത് 21 മുകളിൽ സ്കോർ എടുക്ക്, അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും തോറ്റുപോകും. അപ്പോൾ ഈ ഗെയിം തന്നെ അവൾക്ക് മാറ്റേണ്ടതായിട്ട് വരുമെന്ന് പറയും. പക്ഷെ ഡോക്ടർ ആണെങ്കിൽ അല്പനേരം ആലോചിച്ച് എനിക്കിനി കാർഡ് വേണ്ട എന്ന് മറുപടി പറയും. ഉടനെ അവളാണെങ്കിൽ ആ തോക്കെടുത്ത് ആ ജിമ്മാൻ്റെ കയ്യിൽ കൊടുക്കുകയാണ്. കണ്ടോ, ഇവരാരും നിന്നെ സേവ് ചെയ്യാനായിട്ട് തയ്യാറായില്ല. സോ നിനക്ക് ഇഷ്ടമുള്ള ഒരാളെ ഇവിടെ നിനക്ക് ഷൂട്ട് ചെയ്ത് കൊല്ലാം, ഇത് നിന്റെ ചോയ്സ് ആണെന്ന് പറയും. അവനാണെങ്കിൽ വലിയെന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ ഇപ്പോൾ ഓരോരുത്തരായിട്ട് അങ്ങനെ തോക്കുകൊണ്ട് പോയിന്റ് ചെയ്യും. അവരെല്ലാവരും അത് കണ്ട് ഭയപ്പെടുകയാണ്. അടുത്ത നിമിഷം അവനാണെങ്കിൽ ആ ബിസിനസ് മാനെ തന്നെ ഷൂട്ട് ചെയ്യുകയാണ്. കാരണം അവൻ ഔട്ടായ സമയത്ത് അവൻ ഓൾറെഡി ഔട്ടായി, നിനക്ക് ജയിക്കാനുള്ള ഒരു ചാൻസ് ഇതാണെന്ന് ആദ്യം വിളിച്ചു പറഞ്ഞത് ആ ഒരു ബിസിനസ് മാനാണ്. അതുകൊണ്ടാണ് അവൻ ആ ബിസിനസ് മാനെ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞത്. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അതിൻ്റെ അകത്ത് ബുള്ളറ്റ് ഉണ്ടാവില്ല, വെറും സൗണ്ട് മാത്രമായിരിക്കും പുറത്തേക്ക് വന്നിട്ടുണ്ടാവുക. ഒരു സെക്കൻഡ് ആ ബിസിനസ് മാൻ ആണെങ്കിൽ അവൻ്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവും. അവൻ പതിയെ തലയുയർത്തും. ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ അവനോട് പറയും, നിനക്കൊരു ജോലി പോലും പ്രോപ്പറായിട്ട് ചെയ്യാൻ അറിയില്ലല്ലേ, നീയാണിതിൽ ഏറ്റവും വീക്ക്, സോ നിനക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഞാൻ തരുമെന്ന് നീ കരുതുന്നുണ്ടോ ചോദിച്ച് അവനെ അപമാനിക്കുകയാണ്. ഇവിടെ ബിസിനസ്മാൻ ആണെങ്കിൽ ഒരുപാട് ദേഷ്യത്തിൽ അവനെ തന്നെ തുറച്ചു നോക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ബാറിലിരിക്കുന്ന ഹീറോയുടെ പപ്പയായിരിക്കും കാണിക്കുക. ആളാണെങ്കിൽ തൻ്റെ മകൻ സേഫ് ആണെന്ന് കരുതി ഒരു ലേഡിയോട് സംസാരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ഇതുപോലെ കാണാം, പെട്ടെന്ന് മിസ്സായിപ്പോയി. അതിനുശേഷം എനിക്ക് വളരെയധികം പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മകൻ്റെ കൂടെ എല്ലായിടത്തും പോകുന്നത്. അവനെ കൂടുതൽ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയും. അതേസമയം ഇവിടെ ഹീറോയിൻ ആണെങ്കിൽ അവരോട് പറയും, നിങ്ങൾക്ക് ഞാനൊരു ചാൻസ് തരികയാണ്. ഇവരിൽ ആരെയാണ് നിങ്ങൾ എലിമിനേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒരു പേര് സജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാവർക്കും പേപ്പർ കൊടുക്കുകയാണ്. ബിസിനസ്മാൻ ആണെങ്കിൽ ജിം ട്രെയിനറിനെ തന്നെ ഒരുപാട് ദേഷ്യത്തിൽ തുറച്ചു നോക്കിക്കൊണ്ട് കാര്യമായിട്ട് എഴുതും. അവളാണെങ്കിൽ ആ പേപ്പേഴ്സ് കളക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ അവരെഴുതിയ പേരുകൾ വായിക്കുകയാണ്. അതിലെല്ലാവരും ആ ഒരു ജിം ട്രെയിനറിൻ്റെ പേരാണ് എഴുതിയിരിക്കുന്നതെന്ന് കരുതിയാൽ ആയിരിക്കില്ല. 2 പേര് മാത്രമാണ് അവൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. ബാക്കി 2 പേര് എഴുതിയിരിക്കുന്നത് ആ ഡോക്ടറിൻ്റെ പേരാണ്. അവളാണെങ്കിൽ ജിം ട്രെയിനറിനോട് പറയും, നിനക്കും 2 വോട്ട് വീണിട്ടുണ്ട്, അതുപോലെ തന്നെ ഡോക്ടർ നിങ്ങളുടെ പേരിലും 2 ലോട്ട് അത് വീണിരിക്കുകയാണ്. ഓൾറെഡി ജിം ട്രെയിനറിന് ഞാൻ ഒരുപാട് അവസരങ്ങൾ കൊടുത്തു, ഇപ്പം ഞാൻ നിനക്കൊരവസരം തരാൻ പോവുകയാണ്. ഈ ഒരു വൈൻ ബോട്ടിൽ അത് നീ കുടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിനക്ക് കളിയിൽ മുൻപോട്ടേക്ക് പോവാം, നിന്നെ ഞാൻ എലിമിനേറ്റ് ആക്കില്ല. അവൾക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം അവന് പറ്റിയ ആ ഒരു മിസ്റ്റേക്ക് അതവൻ ഈ വൈൻ കുടിച്ചതുകൊണ്ട് സംഭവിച്ചതാണെന്ന്. അതിനുശേഷം ഒരിക്കൽ പോലും അവൻ ഈ ഡ്രിങ്ക്സ് അത് കുടിച്ചിട്ടില്ല. എല്ലാ ദിവസവും അവന് പറ്റിയ ആ മിസ്റ്റേക്കിനെ ഓർത്ത് അവൻ റിഗ്രറ്റ് ചെയ്ത് അവനോട് തന്നെ
മാപ്പ് പറയാറുണ്ട്. ഇപ്പൊ അവൾ അതേ വൈൻ തന്നെയാണ് കുടിക്കാനായിട്ട് അവനെ നിർബന്ധിക്കുന്നത്. അവനാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റില്ല, ഐ എം സോറി, എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് തീർത്തു പറയും. പക്ഷെ അവൾ നിർബന്ധിക്കും. നീ ഇത് ചെയ്താൽ മാത്രമേ നിനക്ക് ഇവിടുന്ന് ജീവനോട് കൂടെ രക്ഷപ്പെടാനായിട്ട് കഴിയൂ. വേറെ വഴിയില്ലാതെ അവളുടെ നിർബന്ധത്തിന് ഒരുങ്ങി അവനാണെങ്കിൽ ആ വൈൻ ബോട്ടിലെടുത്ത് കുടിക്കുകയാണ്. അവളാണെങ്കിൽ ഹാപ്പി ആയിട്ട് ആ ഗണ്ണെടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കും. ഇനി നിനക്ക് ധൈര്യമായിട്ട് അവനെ എലിമിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞ് ജിം ട്രെയിനറിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. ആ ജിം ട്രെയിനറിനാണെങ്കിൽ ട്രിഗറാവും. അവനാണെങ്കിൽ ഒരുപാട് ദേഷ്യപ്പെട്ട് ഇപ്പം ആ ഡോക്ടറിനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിനാ ഡോക്ടറാണെങ്കിൽ വിളിച്ചു പറയും, ഞാൻ എലിമിനേറ്റ് ചെയ്യാൻ പോകുന്നത് നിന്നെയല്ല എന്നെ തന്നെയാണെന്ന് പറഞ്ഞ് അവനെ തന്നെ ഷൂട്ട് ചെയ്യുകയാണ്. അത് കണ്ട് എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആവുകയാണ്. ഇവിടെ ആ ജിം ട്രെയിനറിനാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഹീറോയിനാണെങ്കിൽ യാതൊരു വിഷമവും കുറ്റബോധവും ഒന്നുമില്ലാതെ അവളങ്ങനെ ഹായ് ആയിട്ടിരിക്കും. അങ്ങനെ ഒരു എലിമിനേഷൻ കംപ്ലീറ്റ് ആയി. ഞാൻ വിചാരിക്കാത്ത രീതിയിൽ അത് സെറ്റായിരിക്കുകയാണ്. അല്പനേരം നിങ്ങൾക്ക് ബ്രേക്ക് തരികയാണ്, അതിനുശേഷം വീണ്ടും നമുക്ക് ഈ ഗെയിം തുടരാമെന്ന് പറഞ്ഞ് അവൾ കടന്നു പോകും. കട്ട് ചെയ്ത ഫിലിമിൻ്റെ ഓപ്പണിംഗ് സീഡിൽ കണ്ട ആ ഒരു അപ്പാപ്പൻ ആളാണെങ്കിൽ ഒരു മോണിറ്ററിൽ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരെ ഹാർട്ടിന്റെ ചിഹ്നത്തിലും മരിച്ചുപോയവരെ എക്സിന്റെ ചിഹ്നത്തിലും ആളങ്ങനെ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹീറോയിൻ ആണെങ്കിൽ അവളുടെ റൂമിലേക്ക് വരികയാണ്. അവിടെ ഒരുപാട് പേരുടെ ചിത്രങ്ങൾ പതിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ അവളുടെ മുൻ ബോയ് ഫ്രണ്ട്സ് ആണ്. അതിൽ പലരുടെയും ഫോട്ടോ അവൾ ക്രോസ് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സ്വയംവരം ഗെയിംസ് ഒക്കെ നടത്തി അവൾ ഇല്ലാതാക്കിയവരെയാണ് അവൾ ക്രോസ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. ഇനി ബാക്കിയുള്ളത് 4 പേർ മാത്രമാണ്. അവളുടെ അമ്മയാണെങ്കിൽ അവളുടെ അരികിലേക്ക് വരും. ഇനി ബാക്കി എത്ര പേരുണ്ട്? അതിനവൾ പറയും 4 പേര്. ആ ഡോക്ടറും അതുപോലെ തന്നെ മ്യൂസീഷ്യനും അവർ 2 പേരും മരണപ്പെട്ടു എന്ന് പറയും. അമ്മയാണെങ്കിൽ അത് കേട്ട് ചെറുതായിട്ടൊന്ന് സാഡാവും. ആ ഡോക്ടർ ഒരു നല്ല ആളായിരുന്നു, ആൾ നഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതിയതല്ല. അവളാണെങ്കിൽ തല താഴ്ത്തും. ഇത്തവണയും നല്ലൊരു പാർട്ട്ണറിനെ കണ്ടെത്താൻ എനിക്കാവില്ലെന്ന് ചോദിക്കും. അതിനമ്മ പറയും, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, നിനക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് നിൻ്റെ അച്ഛൻ ആ മൊട്ടത്തലേനെ വളരെ പെട്ടെന്ന് തന്നെ കിട്ടി. നിൻ്റെ ഗ്രാൻഡ്മയ്ക്ക് ഒരുപാട് വർഷങ്ങളായി നല്ലൊരു പാർട്ട്ണറെ ഞാൻ അന്വേഷിക്കുന്നു, ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയും. സോ അവർ പരമ്പരകളായിട്ട് ഇപ്രകാരം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്വയംവരം ഗെയിംസ് ഒക്കെ നടത്തിയാണ് അവരുടെ പാർട്ട്നേഴ്സിനെ ഫൈൻഡ് ചെയ്യുന്നത്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ഹീറോയുടെ പപ്പയെ കാണിക്കുകയാണ്. ആളാണെങ്കിൽ ഒരുപാട് സമയമായിട്ടും ഹീറോയുടെ കോള് ആളുടെ ഫോണിലേക്ക് വരുന്നില്ല. ആ ലേഡി ആണെങ്കിൽ ഇപ്പോൾ ഹീറോയുടെ പപ്പയോട് പറയും, ഞങ്ങളുടെ ഷോപ്പ് അത് ക്ലോസ് ചെയ്യാൻ സമയമായി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റൂമിൽ റെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ആൾക്കാണെങ്കിൽ ഒരു റൂമൊക്കെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആ പയ്യന്മാരെ കാണിക്കുകയാണ്. അവരെ എല്ലാവരെയും മയക്കുമരുന്നൊക്കെ കൊടുത്ത് ആ മൊട്ടയാണെങ്കിൽ ബേസ്മെൻറ്റിൽ കിടത്തിയിരിക്കുകയാണ്. അവർ കണ്ണു തുറന്ന് ചുറ്റും നോക്കും, എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അവരുടെ കാലെല്ലാം വളരെ ടൈറ്റായിട്ട് ചെയിൻ ഉപയോഗിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പോൾ കഥാനായികയെ കാണിക്കും. അവളാണെങ്കിൽ ഒരു വലിയ സ്ക്രീനിലൂടെ അതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവൾ അവരോട് പറയും, നിങ്ങളെ ഞാൻ അവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്, നിങ്ങൾക്കൊരിക്കലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് കഴിയില്ല. നിങ്ങളുടെ ഓരോ മൂവ്മെൻറ്റ്സും ഞാനിവിടെ കൺട്രോൾ ചെയ്യുകയാണ്. നിങ്ങളുടെ കാലിൽ ഒരു ട്രാക്കിംഗ് ഡിവൈസ് ഉണ്ട്, അതുപയോഗിച്ച് എനിക്ക് നിങ്ങളെ ഷോക്ക് അടിപ്പിക്കാൻ കഴിയുമെന്ന് പറഞ്ഞ് അവൾ അതിലൂടെ ഷോക്ക് വേവ്സ് അതങ്ങനെ സപ്ലൈ ചെയ്യുകയാണ്. ഷോക്ക് അടിച്ച് അവരെല്ലാവരും ഒരുപാട് ബുദ്ധിമുട്ടുന്നത് കാണുമ്പോൾ അവൾക്കാണെങ്കിൽ വല്ലാത്തൊരു ആനന്ദം. അവൾ ചിരിച്ചുകൊണ്ട് അവരോട് പറയും, നിങ്ങളുടെ അടുത്ത ഗെയിം, അടുത്ത ലെവൽ ഓഫ് ഗെയിം അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങളുടെ മുൻപിൽ ഓരോ എൻവലപ്പ് ഉണ്ട്, അത് തുറന്നു നോക്കി വായിക്കുക. ഓരോരുത്തരും അവരുടെ ബോഡിയിലെ ഓരോരോ ഭാഗത്ത് മുറിവേൽപ്പിക്കണം എന്നതായിരിക്കും അടുത്ത ടാസ്ക്. ജിം ട്രെയിനർക്കാണെങ്കിൽ അവൻ്റെ കാലിലെ ഒരു ഞരമ്പ് കട്ട് ചെയ്യണം എന്നായിരിക്കും ആ എൻവലപ്പിൽ എഴുതിയിട്ടുണ്ടാവുക. ബിസിനസ് മാൻ ആണെങ്കിൽ അവൻ്റെ നഖം അത് പറിച്ചെടുക്കണമെന്നായിരിക്കും. മ്യൂസീഷ്യനാണെങ്കിൽ അവൻ്റെ ചെവിയിൽ വലിയൊരു റാഡ് അത് കുത്തിക്കയറ്റണമെന്നായിരിക്കും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ വേറെ വഴിയില്ലാതെ അവരാണെങ്കിൽ അത് ചെയ്യാനായിട്ട് നിർബന്ധിതരാവുകയാണ്. ഇവിടെ ആ ഒരു മ്യൂസീഷ്യൻ ആണെങ്കിൽ അത് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. ആ ബിസിനസ് മാൻ ആണെങ്കിൽ ഇപ്പോൾ ഈ ഒരു അവസരം മുതലെടുത്ത് ആ ജിമ്മിനെ ട്രിഗർ ചെയ്യുകയാണ്. കാരണം അവരുടെ എണ്ണം കുറഞ്ഞാൽ മാത്രമേ അതിലൊരാൾക്കെങ്കിലും സർവൈവ് ചെയ്യാൻ കഴിയൂ. സോ കാര്യം മനസ്സിലാക്കിയ ആ ഒരു ജിമ്മനാണെങ്കിൽ ഇപ്പോൾ ആ മ്യൂസീഷ്യനെ അങ്ങനെ കുത്തി കൊല്ലുകയാണ് ആ കത്തിയെടുത്ത്. ഇവിടെ ഹീറോയിനാണെങ്കിൽ അത് കണ്ട് കൂടുതൽ സന്തോഷിക്കും. വാവ്, ശരിക്കും അത് നന്നായിട്ടുണ്ടെന്ന് പറയും. നിനക്കൊരു സ്പെഷ്യൽ ഡ്രിങ്ക് ഞാൻ കുടിക്കാൻ തരാമെന്ന് പറഞ്ഞ് ഒരു ഡ്രിങ്ക് അവന് കുടിക്കാനായിട്ട് കൊടുക്കുകയാണ്. അത് കൊടുക്കേണ്ട താമസം അവനാണെങ്കിൽ അവിടെ രക്തം ഛർദ്ദിച്ച് അങ്ങനെ മരിച്ചു വീഴുകയാണ്. നീ ഈ റൂൾസ് ബ്രേക്ക് ചെയ്തു, ഇവിടെ ആരൊക്കെ എപ്പോഴൊക്കെ മരിക്കണം തീരുമാനിക്കുന്നത് ഞാനാണ്, എൻ്റെ പെർമിഷൻ ഇല്ലാതെ ആരും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും. കട്ട് ചെയ്ത ഇവിടെ ആ മൊട്ടയും അതുപോലെ തന്നെ ഹീറോയിൻ്റെ ഗ്രാൻഡ്മയും അവർ 2 പേരും കുറേ ഡിവൈസൊക്കെ എടുത്ത് കൂട്ടിയിട്ട് കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ ഹീറോയിനാണെങ്കിൽ ആ മൊട്ടയുടെ അടുത്തേക്ക് വന്ന്
ഇപ്പൊ ബാക്കിയുള്ള രണ്ടുപേരെ അവരെ മുകളിലുള്ള റൂമിലേക്ക് കൊണ്ടുവരാനായിട്ട് പറയും. അത് കേട്ട് മുട്ടയാണെങ്കിൽ അവരുടെ അരികിലേക്ക് വരും. ആ സമയമായിരിക്കും ഹീറോയോട് ചോദിക്കുക, ഇവിടേക്ക് വന്ന എല്ലാവരുടെയും കാറ് പുറത്ത് നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു, നിന്റെ കാറ് മാത്രം അവിടെ കാണാനില്ല, നീ എങ്ങനെയാണ് വന്നതെന്ന് ചോദിക്കും. ഹീറോയ്ക്കാണെങ്കിൽ അവൻ്റെ അച്ഛനെ ഒരു ട്രാപ്പിൽ പെടുത്താനായിട്ട് ഒട്ടും തന്നെ താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ ഡ്രൈവറിനോടൊപ്പമാണ് ഇവിടേക്ക് വന്നതെന്ന് ഹീറോ ആണെങ്കിൽ കള്ളം പറയും. അത് കേട്ട് അവളാണെങ്കിൽ അവൻ്റെ ഫോൺ എടുത്ത് പാസ്വേഡ് പറഞ്ഞു തരാനായിട്ട് ഹീറോയോട് ആവശ്യപ്പെടുകയാണ്. പക്ഷെ ഹീറോ ആണെങ്കിൽ അതിന് സമ്മതിക്കില്ല. ദേഷ്യവും അമർഷവും തോന്നിയ ഹീറോയിനാണെങ്കിൽ ഇപ്പോൾ ഹീറോയുടെ കാല് ഘടിപ്പിച്ചിരിക്കുന്ന ആ ഒരു ഡിവൈസ് അതുപയോഗിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് അവന് കറണ്ട് ഷോക്ക് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ അത് സഹിക്കാൻ കഴിയാതെ ഇപ്പോൾ പാസ്വേഡ് പറഞ്ഞു കൊടുക്കും. അവളാണെങ്കിൽ ഫോൺ ഓപ്പൺ ചെയ്യും. അപ്പോൾ ഹീറോയുടെ അപ്പയുടെ മെസ്സേജ് ആ ഫോണിൽ വന്നിട്ടുണ്ടാവും. നീ എവിടെയാണ്? ഞാൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, എത്ര ലേറ്റ് ആയാലും നീ എന്നെ വിളിക്കണം, ഞാൻ തന്നെ നിന്നെ പിക്ക് ചെയ്യാം എന്നായിരിക്കും ആ മെസ്സേജിൽ ഉണ്ടാവുക. അവളാണെങ്കിൽ ചിരിക്കും. ഓ, നിന്റെ പപ്പയാണപ്പോൾ നിന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തതല്ലേ, എങ്കിൽ കുഴപ്പമില്ല, നിന്റെ പപ്പയെ കൂടെ നമുക്ക് ഇവിടേക്ക് വിളിക്കാമെന്ന് പറഞ്ഞ് അവളാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ പപ്പയുടെ ഫോണിലേക്ക് വിളിക്കും. അവൻ്റെ പപ്പ കോൾ എടുക്കുമ്പോൾ നിങ്ങളുടെ മകന് സുഖമില്ലാതെ ഇവിടെ അൺകോൺഷ്യസ് ആയിട്ടിരിക്കുകയാണ്, എത്രയും വേഗം ഇവിടേക്ക് എത്തണം എന്നവൾ പറയും. അല്പസമയത്തിനുള്ളിൽ തന്നെ അവൻ്റെ പപ്പയാണെങ്കിൽ അവിടേക്ക് വന്ന് ഡോർ നോക്ക് ചെയ്യാണ്. ഡോറ് തുറക്കുന്നത് നമ്മുടെ മുട്ടയായിരിക്കും. മുട്ടയെ കണ്ട് ഇപ്പോൾ ഹീറോയുടെ പപ്പ ഷോക്കാവും. കാരണം വർഷങ്ങൾക്ക് മുൻപ് കാണാതെ പോയ തൻ്റെ ബ്രദർ, അവനാണ് ആ മുട്ടയാണെങ്കിൽ ബ്രദറിന് വിളിച്ച് അങ്ങനെ കരയാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഹീറോയുടെ പപ്പയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. നീ ഇത്രയും കാലം എവിടെയായിരുന്നു, എന്തുകൊണ്ട് നീ ജീവിച്ചിരിക്കുന്ന കാര്യം ഞങ്ങൾ അറിയിച്ചില്ല എന്നൊക്കെ ചോദിച്ച് അവൻ്റെ പപ്പയാണെങ്കിൽ മുട്ടയോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കും. ആ സമയത്ത് ഹീറോയിനാണെങ്കിൽ അവിടേക്ക് വന്ന് ഇപ്പോൾ ഹീറോയുടെ പപ്പയോട് കാഷ്വലായിട്ട് സംസാരിക്കും. വായോ, നിങ്ങളുടെ മകൻ അകത്തുണ്ട്, എത്രയും വേഗം അവനുമായിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ടുവരും. ഹീറോയുടെ പപ്പയ്ക്ക് നല്ല ടെൻഷനും ഭയവും ഉണ്ട്. കാരണം വർഷങ്ങളായിട്ട് കാണാതായ തൻ്റെ അനുജൻ ഇവിടെയുണ്ട്. മകനാണെങ്കിൽ ഇപ്പോൾ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ടാണ് അവർ അവിടേക്ക് അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയത്. ആൾ അലേർട്ടായി മുൻപോട്ടേക്ക് നടന്നു പോവെങ്കിലും അവളാണെങ്കിൽ വലിയ ഒരു ഗ്ലാസ് ജാർ എടുത്ത് ആളുടെ തലക്കടിച്ച് അങ്ങനെ താഴെ ഇടുകയാണ്. കട്ട് ചെയ്ത ഇപ്പോൾ ബിസിനസ്മാനെയും ഹീറോയെയും അതുപോലെ തന്നെ ഹീറോയുടെ പപ്പയും അവരെ 3 പേരെയും ഒരു ചെയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. ഹീറോയിനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ പപ്പയോട് പറയും, നിങ്ങളുടെ ഒരു പല്ല് അത് നിങ്ങൾ പറിച്ചെടുത്ത് തരണം, അതാണ് നിങ്ങൾക്കുള്ള ശിക്ഷ. അത് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങളുടെ മകനെ ഞാൻ ഇനിയും 5 വോൾട്ട് പവർ അത് കയറ്റിവിട്ട് അവർ ഞാൻ ഷോക്ക് അടുപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞ് ഷോക്ക് അടുപ്പിക്കുകയാണ്. ഹീറോയുടെ പപ്പയാണെങ്കിൽ അതുകൊണ്ട് ഭയപ്പെടും. ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞ് മുട്ട കൊണ്ടുവന്ന് വെച്ച ആ മെഷീൻ അതുപയോഗിച്ച് ആളുടെ പല്ലങ്ങനെ പറിച്ചെടുക്കുകയാണ്. ചോര തുളുമ്പി ഒരുപാട് വേദനയിൽ ആൾ അങ്ങനെ ഇരിക്കും. ആ സമയം മുട്ടയാണെങ്കിൽ അവൾക്ക് ഡ്രിങ്ക്സ് ഒഴിച്ചു കൊടുക്കും. നൈസായിട്ട് ആ ഡ്രിങ്ക്സ് അവളുടെ ദേഹത്തേക്ക് മറിക്കുകയാണ്. ദേഷ്യത്തിൽ കണ്ണ് കാണാതായ അവളാണെങ്കിൽ പുറത്തേക്ക് വരും. അവളുടെ അമ്മയോട് ദേഷ്യപ്പെട്ട് പറയും, നിങ്ങളുടെ ഹസ്ബൻഡ് ആൾ എൻ്റെ ദേഹത്ത് ഡ്രിങ്ക്സ് ഒഴിച്ചു, എനിക്ക് ഇത് കനത്ത അപമാനമാണ്, എനിക്കിത് ക്ഷമിക്കാനാവില്ല എന്ന് പറയും. അത് കേട്ട് അവളുടെ അമ്മയാണെങ്കിൽ താഴേക്ക് വരികയാണ്. ഇവിടെ ഗ്യാപ്പിൽ മുട്ടയാണെങ്കിൽ ഒരു തുണിയും ഒരു കത്തിയും ഇപ്പൊ ഹീറോയുടെ അടുക്കൽ വെച്ച് അവളുടെ അമ്മയുടെ അടുത്തേക്ക് പോകും. അവളുടെ അമ്മ ഇപ്പൊ മുട്ടയെ പിടിച്ചു വലിച്ച് മുട്ടുകുത്തി നിർത്തിച്ചതിന് ശേഷം വലിയൊരു സ്റ്റിക്ക് എടുത്ത് ആളെ അറഞ്ചം പുറഞ്ഞ് തല്ലുകയാണ്. ഹീറോ ആണെങ്കിൽ മുട്ട അവിടെ വെച്ചിട്ട് പോയ ആ ഒരു കത്തി അതുപയോഗിച്ച് അവരുടെ എല്ലാവരുടെയും കയറും ബാൻഡും ഒക്കെ അഴിക്കുകയാണ്. ആ ബിസിനസ്മാൻ ആണെങ്കിൽ ടെൻഷൻ കൂടി വരും. നീ എന്താ ചെയ്യണേ, ഇതുവരെ കഴിഞ്ഞിട്ടില്ല, അവർ നമ്മളെ വെറുതെ വിടില്ല എന്ന് പറയും. ഹീറോ ആണെങ്കിൽ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നമ്മളിവിടുന്ന് രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് അവൻ്റെ കയ്യിലുള്ള ആ കത്തി അതുമായിട്ട് ഇപ്പോൾ ഹീറോയിൻ്റെ അമ്മയുടെ അരികിലേക്ക് ചെല്ലും. അവരാണെങ്കിൽ നിർത്താതെ ആ മുട്ടയെ തല്ലി തല്ലി കൊന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട് കലിയിളകിയ ഹീറോ ആണെങ്കിൽ അവരുടെ കഴുത്തങ്ങനെ അറുത്ത് കളയാണ്. അവരാണെങ്കിൽ ചോര തുളുമ്പി താഴെ വീണ് മരിക്കും. ഹീറോ ആണെങ്കിൽ ആ മുട്ട എഴുന്നേൽപ്പിക്കാനായിട്ട് ശ്രമിക്കും. അപ്പോഴേക്കും ഒരുപാട് അടിയൊക്കെ കിട്ടി ആളും മരണപ്പെട്ടിട്ടുണ്ടാവും. ഹീറോയുടെ കാലിലുള്ള ആ ബാൻഡ് അങ്ങനെ കട്ട് ചെയ്യും. അടുത്ത നിമിഷം അവിടെ മുഴുവൻ അലാം അടിക്കാനായിട്ട് തുടങ്ങും. ശബ്ദം കേട്ട ഹീറോയിനാണെങ്കിൽ അവർ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കി ഗണ്ണുമായിട്ട് അവരുടെ അടുത്തേക്ക് വരും. പക്ഷെ ഹീറോ ആണെങ്കിൽ അവളെയും ലോക്ക് ചെയ്ത് ഇപ്പൊ അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴേക്കും അവൾ എങ്ങനെയൊക്കെയോ ഹീറോയെ തട്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു റൂമിലേക്ക് കയറി ചെന്ന് ആരെയോ കോണ്ടാക്ട് ചെയ്യും. അവൾ വിളിക്കുന്നത് മറ്റാരെയോ അല്ല, ഈ കാര്യങ്ങളെല്ലാം ഒരു കമ്പ്യൂട്ടറിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ അപ്പാപ്പനെയാണ്. അവളാണെങ്കിൽ ആ അപ്പാപ്പനോട് ഹെൽപ്പ് ചോദിക്കും. എന്തൊക്കെയോ ചില കോഡ് നമ്പേഴ്സ് ആ അപ്പാപ്പനോട് പറയാണ്. ഉടനെ ഹീറോ ആണെങ്കിൽ ഡോർ തകർത്ത് അകത്തേക്ക് വന്ന് ഇപ്പൊ അവളെയും ഷൂട്ട് ചെയ്ത് താഴെ ഇടുകയാണ്. അതിനുശേഷം അവൻ വീണ്ടും അവൻ്റെ പപ്പയുടെയും ആ ബിസിനസ്മാൻ്റെ അടുത്തേക്ക് വരും.
നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് പറയുമ്പോഴേക്കും ആ ഒരു അപ്പാപ്പൻ്റെ ആളുകൾ അവരവിടേക്ക് വരികയാണ്. അവരാണെങ്കിൽ അവിടേക്ക് വന്ന് ഇപ്പോൾ ഹീറോയെയും ബിസിനസ്മാനെയും ഹീറോയുടെ പപ്പയും അവരെ അന്വേഷിക്കാനായിട്ട് തുടങ്ങും. ആ വില്ലന്മാരാണെങ്കിൽ അപ്പാപ്പനെ കോണ്ടാക്ട് ചെയ്ത് കാര്യം പറയും. അതിൽ 2 പേർ രക്ഷപ്പെട്ടു, ഒരാൾ മരിച്ചുപോയി. അത് കേൾക്കേണ്ട താമസം അപ്പാപ്പനാണെങ്കിൽ അദ്ദേഹം അത്രയും നാളും കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഡാറ്റാസും CCTVയും എല്ലാം തന്നെ കത്തിക്കാനായിട്ട് തുടങ്ങും. ഇവിടെ വില്ലന്മാരാണെങ്കിൽ ഹീറോയിൻ്റെ വീട് തന്നെ കത്തിക്കുകയാണ്. രക്ഷപ്പെട്ടു പോയത് മറ്റാരുമല്ല, ഹീറോയും ഹീറോയുടെ പപ്പയുമാണ്. ആ ബിസിനസ്മാൻ അവനാണെങ്കിൽ ആ ഏറ്റുമുട്ടലിൽ മരണപ്പെട്ടു. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ന്യൂസിൽ കാണാതെ പോയ ഒരുപാട് പേരുടെ ഫോട്ടോയും ഡീറ്റെയിൽസും ഒരു വീട്ടിൽ വെച്ച് കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷെ ആ വീട് അത് ഏകദേശം പൂർണ്ണമായി കത്തിപ്പോയി എന്നായിരിക്കും പറയുക. സോ അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു ഫിലിമും അവസാനിക്കുന്നു. ഫിലിം ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.